എൽദോസ് കുന്നപ്പിള്ളിൽ MLA നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ എൽദോസ് കുന്നപ്പിള്ളിൽ, ഇങ്ങനെ ഒരു പുരുഷ കമ്മീഷൻ എന്ന ആവശ്യം പല കോണിൽ നിന്ന് രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ ഉയർത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് താങ്കളുമായി ഒരു ആശയവിനിമയം നടത്തിയെന്ന് അവർ പറയുന്നു. താങ്കൾ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാകാത്തത് കൊണ്ടാണ് താങ്കളോട് തന്നെ നേരിട്ട് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ടോ? ഞാൻ ഈ ഒരു പ്രശ്നം പൊതുവെ രാഹുൽ ഈശ്വറുമായി സംസാരിച്ചിരുന്നു. അപ്പൊ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേരള പുരുഷ കമ്മീഷൻ ആക്ട് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. സംസ്ഥാന ഗവൺമെന്റാണ് ബില്ലുകൾ കൊണ്ടുവരുന്നത്. പക്ഷേ അംഗങ്ങൾക്ക് സ്വകാര്യ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാം. അങ്ങനെ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടുണ്ട്. ഇന്ന് സമൂഹത്തിൽ നമുക്കറിയാം, വനിതകൾക്ക് വേണ്ടി വനിതാ കമ്മീഷനുണ്ട്, അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യൂത്ത് കമ്മീഷനുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ സ്ത്രീയും പുരുഷനും സമൂഹത്തിൽ തുല്യനീതി തുല്യരാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതുപോലെ തന്നെ ഒരു പുരുഷ കമ്മീഷൻ കൂടി വരേണ്ടത് അത്യാവശ്യമാണ് എന്ന് അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും സമകാലീന സംഭവങ്ങളിൽ നിന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അത് ടൈപ്പ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അധികം താമസിച്ച് തന്നെ നിയമസഭയിൽ അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പീക്കറുടെ അനുമതി തേടും. ശ്രീ എൽദോസ് കുന്നപ്പിള്ളിൽ, ഈ മെൻസ് അസോസിയേഷന്റെ പ്രതിനിധികളും രാഹുൽ ഈശ്വറും ഒക്കെ ഇങ്ങനത്തെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതൊരു നോൺസെൻസ് ആണ് എന്നാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഏതൊരു പൗരനെ സംബന്ധിച്ചും മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, മറ്റു നിയമ സംവിധാനങ്ങളൊക്കെയുണ്ട്. എന്ത് ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടാലും അവർക്ക് നിയമപരമായും അല്ലാതെയും ഒക്കെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കെ എന്തിനാണ് ഒരു പുരുഷ കമ്മീഷൻ? താങ്കൾ ഒരു അഭിഭാഷകനാണ്, ഒരു ജനപ്രതിനിധിയാണ്. താങ്കൾക്ക് എന്താണ് അതിന്റെ ഒരു ആവശ്യകത എന്ന് തോന്നുന്നത്? ആ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് ഇപ്പോ ഞാൻ ഈ കമ്മീഷന്റെ ചെയർമാനെ ഉദ്ദേശിക്കുന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ്. ഒരു വനിത ഇതിൽ അംഗമായിരിക്കും. പല രംഗത്തു നിന്നുള്ള ആളുകൾ ഇതിൽ വരും. ഇതിൽ സ്ത്രീകൾക്കുള്ള പോലെ തന്നെ അവകാശങ്ങൾ പുരുഷനുമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. സ്ത്രീകൾ അല്പം ദുർബലരാണ് എന്ന് തോന്നൽ ഇന്ന് സമൂഹത്തിൽ ആർക്കുമില്ല. അവർക്ക് ഒരുപോലെ തന്നെ അവകാശങ്ങളും അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നൽകുവാൻ വേണ്ടി കൂടിയുള്ള ഒന്നാണിത്. സമൂഹത്തിൽ പലപ്പോഴും ചില തരത്തിൽ അല്ലെങ്കിൽ നിയമപരമായി കിട്ടുന്ന ചില അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജമായിട്ടുള്ള പരാതികൾ, അങ്ങനെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പലപ്പോഴും പലരെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് ഈ കാര്യങ്ങൾ പറയാനോ തുറന്നു പറയാനോ ഇതിന് സംരക്ഷണം നൽകുവാനോ നിയമസംരക്ഷണം നൽകുവാനോ ഉള്ള സാഹചര്യങ്ങൾ പുരുഷന്മാർക്ക് പൊതുവെ കുറവാണ്. ഇത് സ്ത്രീകളുടെ കൂടി പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആവശ്യങ്ങളും അവരുടെ അഭ്യർത്ഥനകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, സമീപകാലത്ത് സിദ്ദീഖിനുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നവർക്ക് സമൂഹത്തില് താങ്കളും അപ്പോൾ സീരിയസ് ആയി തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത്. ഈ ബില്ല് അവതരിപ്പിക്കാനാകുമെന്നും ഇതൊരു ആരെങ്കിലും അതൊരു സീരിയസ് ആയി കാണുമെന്നും അങ്ങനെ ഒരു പരിഗണനാ വിഷയമാകുമെന്നും ഒക്കെ താങ്കൾ ആത്മാർത്ഥമായും കരുതുന്നുണ്ടോ? സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ ഏത് നിയമസഭാ അംഗത്തിന് അധികാരമുണ്ടല്ലോ. അത് ഗവൺമെന്റ് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം സ്വകാര്യ ബില്ലുകൾ നിയമം ആകാറില്ല. ഗവൺമെന്റിന് അതിൽ താല്പര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്വന്തം ബില്ലാക്കി മാറ്റി അവതരിപ്പിക്കുകയാണ് പൊതുവിലുള്ള. ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കാമല്ലോ. പാർട്ടിയുമായി ആലോചിച്ചിരുന്നോ? സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്നത് ജനപ്രതിനിധി എന്ന രീതിയിൽ അവരുടെ ഉത്തരവാദിത്വമാണ്. ഏത് ബില്ലുകളും കൊണ്ടുവരാൻ പറ്റും. അത് പൊതുജനങ്ങളെ ബാധിക്കുന്ന ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ അംഗങ്ങൾ സ്പീക്കർക്കാണ് കത്ത് കൊടുക്കുക. അതിന് എല്ലാ അംഗങ്ങൾക്കും 140 അംഗങ്ങൾക്കും അവരുടേതായ ഉത്തരവാദിത്വമുണ്ട്. അതിന് ഗവൺമെന്റിന്റെ അനുമതിയോ പാർട്ടിയുടെ അനുമതിയോ ഒന്നും ആ കാര്യത്തിൽ പൊതുവെ ആവശ്യമില്ല. അല്ല, പാർട്ടിയുടെ ഒരു കാര്യമില്ല. പല നേതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പല ആളുകളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടിയുടെ KPC കൊടുത്ത അനുമതി വാങ്ങുകയോ അങ്ങനെ ഒരു സംവിധാനം ഒന്നും സ്വാഭാവികമായിട്ടും ഇതിലില്ല. താങ്കൾ ഉൾപ്പെട്ട ഒരു കേസും കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. ശ്രീ എൽദോസ് കുന്നപ്പിള്ളി MLA, താങ്കൾ MLA ആയിരിക്കുമ്പോൾ തന്നെ നേരിട്ട ഒരു കേസാണല്ലോ അത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് താങ്കൾ ജാമ്യമൊക്കെ നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവമാണോ ഈ ഒരു നീക്കത്തിന് കൂടെ നിൽക്കാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നത്? എന്റെ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നീക്കങ്ങളല്ല ഇത്. എന്റെ കേസ് ഓൾറെഡി അതിൽ എന്നെ പ്രതിസ്ഥാനത്ത് ഗവൺമെന്റ് ആക്കി അതിലെ കോടതി പോയിരുന്ന കാര്യങ്ങളാണ്. അതിലെനിക്ക് ഹൈക്കോടതിയിൽ നിന്നും സെഷൻസ് കോടതിയിൽ നിന്നൊക്കെ ജാമ്യം കിട്ടി. ഞാൻ കോടതിക്ക് ആ കാര്യം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്റെ കേസ് കണ്ട് ഇനി ഈ പുരുഷ കമ്മീഷനുണ്ട് ഗുണമുണ്ടാവില്ലല്ലോ. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ചതിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കള്ളപ്പരാതികൾ കൊടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന സംരക്ഷണം ആകട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക്